ഹലോ ഹലോ. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ദിവസം നമ്മൾ കടന്നു പോകുന്നത് വിക്ടോറിയയിലെ മോർണിംഗ്ടൺ പെനിൻസുല എന്ന് പറയുന്ന സബർബിലെ ഒരു ഹണി ഫാമിലോട്ടാണ്. അതായത് നമുക്ക് അവിടെ പോയി നോക്കാം അവിടെ ഹണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഈ തേനീച്ചകളുടെ പരിപാടിയൊക്കെ എങ്ങനെയാണെന്നൊക്കെ. അപ്പം ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടെ. അപ്പം അങ്ങോട്ടുള്ള യാത്രയാണ്. സൗണ്ട് പോയിരിക്കുക. അതെ, ആ വളം ഇവിടെ കഴിഞ്ഞില്ല, നമ്മളെത്തി. അതെന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഹണിബിയുടെ നാക്കിൻ്റെ പേരാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മിക്സ്ചർ ഹണി ബീസ് പ്രൊഡ്യൂസ് ബൈ മിക്സിംഗ് സലൈവ ആൻഡ് ബീ വാക്സ് വിത്ത് ദ പ്ലാന്റ് റെസിൻ. ആ കൂടിനകത്തുള്ള അത് ഭയങ്കര ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉണ്ട്. കോൾഡ് സോട്ടിനൊക്കെ മേടിക്കണം. എനിക്ക് ആവശ്യം സ്വത്തോട്ടില്ല, മേടിച്ചാലും വേണ്ട. നമ്മൾ ആൾക്കൂട്ടം ഇറങ്ങിപ്പോയി കാണാൻ വന്ന ആൾക്കാർ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ്. ഇത് ബീ പോളൻ, ഇത് നല്ല ന്യൂട്രീഷ്യസാണ്. എല്ലാവരും കഴിക്കുന്നതാണ് കണ്ടിട്ടുണ്ട്. റോയൽ ജെല്ലി ക്യാപ്സ്യൂൾസ് വൈറ്റമിൻ സപ്ലിമെൻ്റ്. അത് മിൽക്ക് സെക്രേഷൻ മിൽക്ക് വർക്ക് ഹണി പീസ്. ഈ മനുക്ക ഹണി എന്ന് പറഞ്ഞാൽ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലോ. അത് മെഡിസിനൽ പ്രൊഡക്റ്റുള്ള ഡിഫറെൻറ്റ് ടൈപ്സ്. അതെന്താ അങ്ങനെ പറയുന്ന പേര്? വായിച്ചപ്പോൾ മനസ്സിലായത് ഈ മനുക്ക ഹണിയിൽ ആൻറ്റി മൈക്രോബിയലും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഹണിയാണ്. അത് ന്യൂസിലാൻഡിലാണ് അത് ഉത്ഭവിച്ചേക്കുന്നത്, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനാണ്. ഹണി എന്തുകൊണ്ട് ബസ് ചെയ്യുന്നു? ഓ അത് ശരി, ചിറകിട്ടടിക്കുന്നതിൻ്റെ ഒച്ചയാണ് ഈ ബസ്സിങ് ആയിട്ട് വരുന്നത്. ചില ഹണിക്കിൻ്റെ ടേസ്റ്റ് തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. So when they goes outside, just right outside. Yeah, you can actually see them from, there's a little fence with some cut out holes. You can see them flying in from there. Yeah, forage. Yeah, exactly. ഇത് നമുക്കിവിടെ ഹണി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അതിനിവിടെ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. നല്ല പണിയാണ്. പിന്നെ എന്താ വ്യത്യാസം? ചുമ അറിയാം. Orange.
ഓറഞ്ച്. ഓക്കെ, കഴിക്കോ. If I can fit 7 boxes. So. ഓറഞ്ചിൻ്റെ ടേസ്റ്റ് ഉണ്ടോ? ഓറഞ്ചിൻ്റെ ടേസ്റ്റുള്ള ഹണി. ഹണിക്ക് കഴിക്കട്ടെ മമ്മ. ക്ലോവർ നിൽക്കി, ക്ലോവർ. അങ്ങനെ ഹണിയുമായിട്ട് ബന്ധമുള്ളതും അതുപോലെ ഹണി കൊണ്ടുണ്ടാക്കുമായിട്ടുള്ള പല പല പ്രോഡക്റ്റ്സ് നമ്മൾ കണ്ടു. ടീഷർട്ട്സ്, അതുപോലെ കുറച്ച് അല്ലാത്ത സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഹുഡീസ് ഉണ്ട്, ഗംബൂട്ട്സ് ഉണ്ട്, സോക്സ് ഉണ്ട്, ക്യാൻഡിൽസ് ഉണ്ട്. They're just the squeezy bottles that we use for that honey. I'm not sure. ഇത് ഹണിയുടെ സോപ്പ്. ക്രീമോ സോപ്പോ ഇതിന് ടെസ്റ്റേഴ്സ് ഉണ്ട്, ഇതിന് ടെസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഹാൻഡ് ക്രീം, ക്യാൻഡിൽസ് ഉണ്ടാക്കുന്ന സംഭവം കേട്ടോ. ഇവിടെ അതിൻ്റെ ക്ലാസ് ഉണ്ട്, നമ്മൾ ബുക്ക് ചെയ്താൽ മതി. ബി വാക്സിനും ഉണ്ട്. അത് ഇവരോട് പറഞ്ഞ് അവരതിന് ബുക്ക് ചെയ്യും. അതിന് പൈസ ഉണ്ട്. ഇപ്പോൾ ഹണി കൊണ്ടുണ്ടാക്കിയ പലതരത്തിലുള്ള ജാംസ്, അതുപോലെ ഐസ്ക്രീംസ്, പല പല ഡ്രിങ്ക്സ് എല്ലാമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കാണുന്നതൊക്കെ ഇതുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സൈഡേഴ്സും അതുപോലെ ബിയേഴ്സും ഒക്കെയാണ്. ഈ കാണുന്നത് ജിഞ്ചർ ആൻഡ് മനുക്ക ഹണിയുടെ സൈഡർ, തൊട്ടപ്പുറത്ത് ജിഞ്ചർ ബിയർ, പിന്നെ താഴെയും കുറേ ഡ്രിങ്ക്സ് ഉണ്ട്. ഇത് മനുക്ക ഹണിയുടെ സൈഡേഴ്സ്. ക്ലോവർ ഭയങ്കര പോപ്പുലർ ആണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഒത്തിരി ഉണ്ട്. ഈ കാണുന്ന ഈ ഹോളിൽ കൂടെയാണ് തേനീച്ചകളെല്ലാം പോളനെയും പൊക്കിക്കൊണ്ട് ഹൈവിനകത്തോട്ട് കയറുന്നത്. കണ്ടോ, ഈ കാണുന്ന ഈ വഴി കൂടെയാണ് ഇവർ ഇതിൻ്റെ മേളിലോട്ട് കയറി പോകുന്നത്. ഇവർക്ക് ഇതുപോലെ തന്നെ പുറത്തോട്ടുള്ള വഴി അതാണ്, ആ കാണുന്നതാണ്. ചില ബീസ് ഇങ്ങനെ പോളനുമായിട്ട് വരുന്ന കാണാമെന്നാണ് അവർ പറയുന്നത്. ഈ കാണുന്ന ഈ ഐറ്റമാണ് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹണി എക്സ്ട്രാക്ടർ. ഈ സാധനം ഇങ്ങനെ കറക്കി ഹണി കുമിയിൽ നിന്ന് ഹണീനെ എക്സ്ട്രാക്ട് ചെയ്ത് നമ്മുടെ നാട്ടിലെ ഈ എണ്ണയെ കാട്ടുന്ന പോലെ അതാണ് പരിപാടി, സിമ്പിളായിട്ട് പറഞ്ഞാൽ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇതങ്ങ് പടർന്ന് പന്തലിച്ച് കിടക്കൊന്നും അല്ലായിരുന്നു. ആ ഒരു കുഞ്ഞു ഏരിയയിലുള്ളൊരു സംഭവങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും നമ്മൾ തേനൊന്നും മേടിച്ചില്ല, പകരം 2 ഐസ്ക്രീം മേടിച്ച് പുറത്തിറങ്ങി. അപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ നമുക്ക് കണ്ടിട്ട് പോകാം. അത് ഇച്ചിരി കൊടുക്കാവോ പാപ്പ? ഹണി ഐസ്ക്രീം ആണോ? അങ്ങനെ ഹണി ഫാമൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നൊന്ന് ഫ്രഷായി ഇവിടെ അടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ഡിന്നർ കഴിക്കാൻ തീരുമാനിച്ചു. സ്പ്രിംഗ് വേയിലുള്ള അടയാർ ആനന്ദഭവൻ. അവിടുത്തെ ഫുഡ് നല്ലതാണെന്ന് ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ചില സാങ്കേതിക കാരണങ്ങൾ ഞങ്ങൾക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ അവിടെയും കയറി.
ആദ്യം എന്നെ കഴിക്കാൻ പറ്റുന്നത് നമ്മളെവിടെയാണ് വന്നേക്കുന്നത്? A2B ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അതെല്ലാം പറ. എനിക്ക് വീട് അറിയത്തില്ല, ശരിക്കും അറിയത്തില്ല. ആനന്ദ് ഭവൻ. അടയാർ ആനന്ദ് ഭവൻ. രണ്ടേ അല്ലേ? A2 എന്ന് വെച്ചാൽ അടയാർ ആനന്ദ. ഒക്കെ എന്തേ കണ്ടോ? ഫിൽറ്റർ കോഫിയും കൂടെ. ഇത് പറ. കോഫി. ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കൂടെ പറയാം. പൂരി മസാല പറയാം. മസാല പറയണേ. ആണോ? പൂരി മസാല. അതും എന്നാ പറഞ്ഞേ? അതും എന്നാ കഴിക്കാൻ പോന്നേ? അതും എന്നാ കഴിക്കുന്നേ? ഹായ്. താങ്ക് യു. ഇതെന്നാ? അത് ചൂടാണ്. പൂരി പൂരി ചൂടാതോ? ബിരിയാണി ചൂടിയാണ്. നല്ലതാണോ? സാമ്പാർ ഇഷ്ടപ്പെട്ടോ? ദോശ. ദോശ കഴിക്കും, ക്രിസ്പി ദോശ കഴിക്കും. മതി മതി, ഒത്തിരി ഒത്തിരി ആയിരിക്കും. അത് ഫിനിഷ് ചെയ്തിട്ടോ. അത് ചില്ലി പൊറോട്ട. താങ്ക് യു. താങ്ക് യു. ഐസ്ക്രീം വേണ്ട, നമ്മുടെ മോനെ ഐസ്ക്രീം വേണ്ട. കസാട്ടല്ലേ? Nostalgia. മാമൻ ഞാൻ ഇത്രയും കഴിക്കുന്നില്ല. ഇനി മിക്സി വെള്ളമില്ല, മിക്സി തരാം. പൈനാപ്പിൾ കിട്ടി. മാംഗോ മാംഗോ മാംഗോ. ചെറു വേണോ? ബ്രെഡും നിനക്കത് മതിയോ? ബ്രെഡ് വേണോ? ഇഷ്ടപ്പെട്ടോ? അപ്പം നമ്മൾ കഴിച്ച ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ആഴ്ചത്തെ വീഡിയോ. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.